ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആണ്. ചിക്കൻ ഫ്രൈഡ് റൈസ്, ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള ചോറിൻ്റെ അരി ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അരമണിക്കൂർ മുമ്പേ. അപ്പോൾ അത് റെഡി ആകുമ്പോഴത്തേക്ക് നമ്മുടെ അരി വേവിക്കാൻ ആവശ്യമായ വെള്ളവും അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വെള്ളം തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുവാണേ. അപ്പോൾ വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി എടുത്ത് വെച്ച അരി, നമ്മുടെ നേരത്തെ കുതിർത്ത് വെച്ച അരിയില്ലേ, അത് കഴുകി വൃത്തിയാക്കിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന് ആവശ്യമായ ഉപ്പ് നേരത്തെ തന്നെ വെള്ളത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ബസുമതി റൈസാണ് നമ്മളിവിടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 3/4 വേവാകുമ്പോൾ നമുക്ക് എടുത്ത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് റൈസ് വെള്ളാറാൻ വേണ്ടി വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് വരാവേ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ കളഞ്ഞ് ചോറ് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് അതൊന്ന് തണിഞ്ഞ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. ചോറ് നന്നായി തണിയണം കേട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ. വേണേൽ ചോറ് തലേന്ന് തന്നെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നന്നായിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് തണിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന് ആവശ്യമായ ഓയിൽ നമ്മളിവിടെ എടുക്കുന്നുണ്ട്. പാത്രം നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മുൻപേ തന്നെ ക്യാരറ്റും ബീൻസ്, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ, ക്യാബേജ്, ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ചൊന്ന് കളറ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ക്യാബേജ്, ക്യാരറ്റ്, സ്പ്രിംഗ് ഒനിയൻ, പിന്നെ നമ്മുടെ ബീൻസ് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട മുട്ട കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 5 മുട്ടയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാവേ.
അപ്പോൾ നമ്മുടെ മുട്ട പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പും കുരുമുളകും കൂടി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ മുട്ട നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുഴുങ്ങി വെച്ച് ചിക്കൻ വേവിച്ച് വെച്ചതായിരുന്നു. ഉപ്പും മസാലകളൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനായിരുന്നു. അത് നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുട്ട അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട സോസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ. അത് കഴിഞ്ഞ് നമ്മുടെ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണോളം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ റെഡിയാക്കി വെച്ച മുട്ട കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വൈറ്റ് റൈസ് ഇല്ലാതെ എല്ലാം കൂടി മസാലയായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് പാകമാണെന്ന് നമുക്ക് മനസ്സിലാവും. വൈറ്റ് റൈസ് ഒന്നും ബാക്കി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ആ രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ നമ്മൾ വേവിക്കാത്തത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, അതുകൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ നല്ല രുചികരമായ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.